ചട്ടമ്പി പപ്പൻ. കിന്നരി ഗ്രാമം വളരെ മനോഹരമായിരുന്നു. അവിടെ അമ്മിണി എന്നൊരു കുറുങ്ങി പൂച്ചയുണ്ടായിരുന്നു. നല്ല സുന്ദരി പൂച്ചയായിരുന്നു അമ്മിണി. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന അവളെ എല്ലാവർക്കും ഏറെ ഇഷ്ടമായിരുന്നു. എന്നാൽ ആ നാട്ടിലെ ഒരാളെ മാത്രം അവൾക്ക് പേടിയായിരുന്നു. അയാളെ കണ്ടാൽ അവൾ അപ്പോൾ തന്നെ ഓടിക്കളയും. പപ്പൻ പട്ടി. അതെ, ആ നാട്ടിലെ ചട്ടമ്പിയായിരുന്നു പപ്പൻ പട്ടി. പപ്പൻ പട്ടി അമ്മിണി പൂച്ചയെ എവിടെ കണ്ടാലും ഒന്ന് ഓടിപ്പിക്കും. പപ്പനെ കണ്ടാൽ പാവം അമ്മിണി പൂച്ച പേടിച്ചു വിറയ്ക്കും. അവസാനം പപ്പനെ പേടിച്ച് അമ്മിണി പൂച്ച പുറത്തു പോലും ഇറങ്ങാതെയായി. അങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ അമ്മിണി പൂച്ചയ്ക്ക് ഒരു ദിവസം പായസം കുടിക്കുവാനൊരു മോഹം. എത്ര കാലമായി ഒരു സേമിയ പായസമൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട്. നല്ല മധുരമുള്ള പായസം കുടിക്കുന്നത് ആലോചിച്ചപ്പോൾ തന്നെ അമ്മിണി പൂച്ചയ്ക്ക് കൊതി വന്നു. അങ്ങനെ അവൾ പായസം ഉണ്ടാക്കുവാൻ തുടങ്ങി. ചട്ടിയിൽ നെയ്യൊഴിച്ച് സേമിയ വറുത്തെടുത്തു. ഒരു പാത്രത്തിൽ പാൽ ചൂടാക്കി തിളച്ചു വന്നപ്പോൾ സേമിയ അതിലിട്ടിളക്കി. കുറച്ച് പഞ്ചസാരയും കുറച്ച് അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തിട്ടതും കൂടെ ആയപ്പോൾ ആ പരിസരം മൊത്തം അമ്മിണി പൂച്ചയുടെ പായസത്തിന്റെ മണമായി. കുറച്ച് ചൂടാറിയിട്ട് കുടിക്കാമെന്നും പറഞ്ഞ് അമ്മിണി പാത്രമടച്ച് ഹാളിൽ പോയി റെസ്റ്റ് എടുത്തു. എന്നാൽ അമ്മിണി പൂച്ചയുടെ നല്ല രുചിയുള്ള പായസത്തിന്റെ മണം ആ നാട്ടിൽ പല ഭാഗങ്ങളിലും ഒഴുകി നടന്നു. അങ്ങനെ പപ്പന്റെ മൂക്കിലും അത് പടർന്നു കയറി. ഇതെന്താ പതിവില്ലാതെ ഒരു പായസത്തിന്റെ മണം? ഇന്ന് ആരുടെയെങ്കിലും കല്യാണമോ 16 വല്ലതും ഉണ്ടോ? എന്നെ വിളിക്കാതെ ഏതവനാടാ ഇവിടെ കല്യാണ സദ്യ നടത്തുന്നത്? അതെനിക്കൊന്ന് കാണണം. പപ്പൻ മണം പിടിച്ച് അമ്മിണിയുടെ വീട്ടിലെത്തി. ഇവളുടെ വീട്ടിൽ നിന്നായിരുന്നോ? കുറച്ച് കാലമായി ഇവളെ ഒന്ന് പേടിപ്പിച്ചിട്ട് ഇന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എടി അമ്മിണി, എടി പെണ്ണേ, ഇറങ്ങി വാടി നീ. പെട്ടെന്ന് പപ്പന്റെ വിളി കേട്ടതും അമ്മിണി പേടിച്ചു പോയി. ഈശ്വരാ, ഈ കാലനോ? ഇവരെ ഇപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഏതായാലും പെട്ടെന്ന് ചെല്ലാം, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വരും. അമ്മിണി പപ്പനെ കാണാൻ ഉമ്മറത്തേക്ക് ചെന്നു. അയ്യോ, ഇതാരാ? പപ്പൻ ചേട്ടനോ? അങ്ങ് മെലിഞ്ഞു പോയല്ലോ. ഇത് കേട്ടതും പപ്പൻ പറഞ്ഞു, ഊതല്ലേ, നീ ഇത്ര കാലമായിട്ട് എവിടെയായിരുന്നു? നിന്നെ പുറത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. അതോ, ഞാൻ കിടപ്പിലായിരുന്നു, തീരെ വയ്യ, അതുകൊണ്ടാ എവിടേക്കും പോവാറില്ലായിരുന്നു. കിടപ്പിലായ നിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാടി പായസത്തിന്റെ മണം വരുന്നത്? അതോ, ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പോൾ അസുഖം നല്ല കുറവുണ്ട് ചേട്ടാ, ആ സന്തോഷത്തിൽ വെച്ചതാ. ഞാനുള്ള ഈ നാട്ടിൽ എനിക്ക് തരാതെ നീ ഒറ്റയ്ക്ക് പായസം കുടിക്കാമെന്ന് കരുതിയോ? ചെല്ല്, പോയി പപ്പൻ ചേട്ടന് ഒരു ഗ്ലാസ് പായസം എടുത്തിട്ട് വായോ. ഇത് കേട്ട് മടിച്ചു നിന്ന അമ്മിണിയെ പപ്പൻ കണ്ണുരുട്ടി ഭയപ്പെടുത്തി. പേടിച്ച അമ്മിണി പപ്പനുള്ള പായസം എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. ഇവൻ എന്നെയും കൊണ്ടേ പോകൂ. എന്റെ ഭഗവാനെ, എത്ര കാലമായി ഇവനെ കൊണ്ട് കഷ്ടപ്പെടുന്നു ഞാൻ. എന്ത് വില കൊടുത്തും ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അത് അമ്മിനിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിം. കൊള്ളാം, ഇവന്റെ പായസക്കൊതി ഇന്ന് തീർത്തു കൊടുക്കാം. അമ്മിണി പപ്പന്റെ പായസത്തിലേക്ക് കുറച്ചു തുള്ളി വിമ്മു കൂടി ഒഴിച്ചു. എന്നിട്ട് ആ പായസം പപ്പന് നൽകി. പായസം കിട്ടിയതും അവനത് ഒറ്റ വലിക്ക് അകത്താക്കി. കൊള്ളാലോടി പെണ്ണേ നീ, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പായസം കുടിക്കാൻ തോന്നുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. അപ്പോൾ പായസം ഉണ്ടാക്കി തന്നോണം മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ ശരിപ്പെടുത്തും നിന്നെ. ഇതും പറഞ്ഞ് പപ്പൻ അവന്റെ വീട്ടിലേക്ക് പോയി സുഖമായി ഉറങ്ങാൻ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ പപ്പനുള്ളിൽ നിന്നും ഒരു വിളി വന്നു. ഈശ്വരാ എന്നും പറഞ്ഞ് അവൻ പറമ്പ് ലക്ഷ്യമാക്കി ഓടി. 1, 2, 3, 4 അങ്ങനെ എത്രയോ തവണ അവൻ പറമ്പിലേക്ക് ഓടിക്കൊണ്ടേയിരുന്നു. അയ്യോ, ഇനി മേലാൽ ഞാൻ പായസം കുടിക്കില്ല. ഈ പണി തന്ന അമ്മിണി പൂച്ചയ്ക്ക് തിരിച്ചൊരു പണി കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് നീ പട്ടിക്കിട്ടോ എന്ന് പറഞ്ഞതും പിന്നെയും പപ്പന് ഉള്ളിൽ നിന്ന് വിളി വന്നു. അവൻ പറമ്പിലേക്ക് ഓടി.